ഇതാണ് നമ്മുടെ 2026 ഹമ്മറിൻ്റെ EV. ഇതിന് ഏകദേശം പവർ ഔട്ട്പുട്ട് 1160 ഹോഴ്സ് പവർ ഒക്കെ ഇതിനൊരു പവർ ഔട്ട്പുട്ട് വരുന്നൊരു വണ്ടിയാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ DRLൊക്കെ ആണെങ്കിലും ഒരു LED ലൈറ്റ് ബാർ ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് തന്നെ ആ ഹമ്മറിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്നത്. അതാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ആ വ്യൂ എന്നൊക്കെ പറഞ്ഞാലും വളരെ റഗഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ D-റിങ് റിക്കവറി ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 9000 LB ഒക്കെ നമുക്ക് ടോ ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള ആ ഒരു ഹെവി ഡ്യൂട്ടി D-റിങ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് GMC കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ നമ്മൾ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഒരു ടയേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഫൈൽ വരുമ്പോഴത്തേനും നമുക്ക് LT305 55R22 22 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ അലോയ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും മാസീവ് ആയിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. അവിടെ നിന്ന് മേളിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീൽ ആർച്ച് വരുന്നുണ്ട്. വീൽ ആർച്ച് ഒരു ചെറിയൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല വീൽ ട്രാവൽ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും വരുമ്പോഴത്തേനും സൈഡ് മിറേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു 360 ഡിഗ്രി ക്യാമറേൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഓപ്പൺ റൂഫാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓപ്പൺ റൂഫാണ്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും പേലോഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 800 വാട്ട്സിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒരു ക്രിസ്റ്റൽ എലമെന്റ് ആ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങൾ ആ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഹമ്മർ EV എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും GMCൻ്റെ ബാഡ്ജിങ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോയിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു കണക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ്രോയിലേക്ക് വരുമ്പോഴത്തേനും സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് തുറന്ന് കയറണമെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അകത്തോട്ട് കയറുവാണെങ്കിൽ ഇതാണ് ഡോർ പാഡ് വരുന്നത്. ഡോർ പാഡൊക്കെ ആണെങ്കിൽ നല്ല റഗഡ് ഫീലുള്ള ഒരു ഡോർ പാഡ് വരുന്നുണ്ട്. അതിനകത്ത് നല്ല ടെക്സ്റ്റൈൽ ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു പോക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ക്ലൈം കൺട്രോളിൻ്റെ സിസ്റ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റ്സ് നമുക്ക് വരുന്നത്. സീറ്റ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി കിടക്കൻ സീറ്റ്സ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ. സൈഡ് ഡോർ പാഡ് നമുക്ക് അവിടുത്തെ കൺട്രോൾസ് ഒക്കെ കാണാൻ പറ്റും. നല്ല തിരക്കാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഹമ്മറിൻ്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും വലിയൊരു സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഗിയർ സൾട്ടേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് ഇവിടെയായിട്ട് നമുക്കൊരു വലിയൊരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കൊക്കെ ആണെങ്കിലും കിടുക്കനായിട്ടുണ്ട്. വലിയൊരു കിടുക്കൻ വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഡ്രൈവ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കയറിയതാണ്. ഡ്രൈവ് ചെയ്യാൻ കയറിയിട്ട് നമുക്കിനി ഒരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യലും കൂടി ഉണ്ടാവും, GMCൻ്റെ തന്നെ. അപ്പോൾ പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇൻ ദ മീൻ ടൈം നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഒരു പ്രസൻസ് എന്താണ്, മാസീവ്നെസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. നമ്മുടെ ഫ്രണ്ടിലൊക്കെ ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എത്രത്തോളം ഈ ഒരു വണ്ടി മാസീവ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ബാക്കിലത്തെ നമുക്ക് ആ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല പ്രീമിയം ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല റഗഡ് ആയിട്ടുള്ള ഡോർ വരുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൽ നമുക്ക് AC വെൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിൽ USB Type-C വരുന്നുണ്ട്, Type-A വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് 2 ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഒന്ന് 13.4 ഇഞ്ചിൻ്റെ നമ്മുടെ ആ ഒരു മെയിൻ ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട് ഇൻഫോടൈൻമെൻറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 12.3 ഇഞ്ചിൻ്റെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ആണെങ്കിലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇവർ ലൂണാർ ഹൊറിസോൺ എന്ന് വിളിക്കുന്ന ഈ ഒരു മോഡുലാർ സൺറൂഫിന്. ഈ മൊത്തം സാധനം നമുക്ക് ഊരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഓപ്പൺ വണ്ടിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും.
ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആണെങ്കിൽ ഒരു കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയണിക് 5 ആണ്. അയണിക് 5 ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഒന്നുമില്ലാത്തൊരു ഫീലിലാണ് നമുക്കത് ശരിക്കും ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 2 സൈഡിലായിട്ട് 2 ലൈനുകളുണ്ട്. ആ ലൈനിൻ്റെ അകത്തൂടെ തന്നെ നമ്മളിത് കൊണ്ടുപോകണം. ഇത് ഇൻഡോർ നമുക്ക് ആ ഒരു ട്രാക്ക് ആയതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് തീരെ ഹാർഡല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇൻഡോർ ട്രാക്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴേലും നമ്മൾ ഔട്ട്ഡോർ പോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാം, വണ്ടി അടിപൊളിയായിട്ട് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടുക്കൻ വണ്ടിയാണ് ഈ നമ്മുടെ ഈ ഒരു ഹമ്മറിൻ്റെ EV 2026. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.